ആദ്യത്തെ തന്നെ അതിനെ പിന്നെ അടിക്കുന്നത് 2, 4, 6 അത് തന്നെ എപ്പോഴും അടിക്കുന്നത്. ഇത് ഇങ്ങോട്ട് പിന്നെ ഇല്ല മനസ്സില്ല. 7:10 അവിടുത്തെ ടൗണിൽ ഒരു ബസ് ഉണ്ട്. 8:30 ആകുമ്പോൾ ഇവിടെ വരും. ഞാൻ അതിനാ വന്നത്. എനിക്കൊരു സെക്ഷൻ വാ പോവാം വാ പോകാം വാ കമോൺ. രാവിലെ മോനിക്കൂട്ടം ഇച്ചിരി കൊണ്ടുവന്ന് പിന്നെ വായിച്ചപ്പോ രുചിച്ചൊക്കെ നോക്കിയാൽ തിന്നിട്ടുള്ളൂ. മുഖം ഇരിക്കുന്നുണ്ടാണ്. കൊള്ളാമോ? എന്തോ ഒന്ന് പറഞ്ഞു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നതേ ഉള്ളൂ. ഇന്ന് താമസിച്ചു പോയി കേട്ടോ. കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ, അപ്പു നമ്മുടെ വീടിനടുത്തുള്ള അപ്പുവാണ് ഇവന്റെ സീനിയറായിട്ട് അവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കേട്ടോ. അപ്പം അപ്പുവിന്റെ അമ്മയാണ് അവിടെ അവർക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റൊക്കെ എടുത്തേക്കുന്നത്. അപ്പുവിന്റെ കൂടെ കുറച്ച് കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് അവിടെ താമസിക്കുന്നത്. അവിടെയാണ് മുത്തിനുള്ള താമസ സൗകര്യമൊക്കെ റെഡിയാക്കിയേക്കുന്നത്. അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പുവിന്റെ വീട്ടിലൊന്ന് കയറണമെന്ന് കുറെ ദിവസം കൊണ്ട് ആലോചിക്കുക. എന്നും ഓരോ കാര്യങ്ങളും തിരക്കുമായിട്ട് നമ്മളിനി പോരും. ഇന്ന് എന്തായാലും ഞങ്ങൾ അവിടെ കയറി സംസാരിച്ചിരുന്നിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് 8 മണി 8:15 വീട്ടിൽ കയറിയപ്പം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു. പിന്നെ കുറെ ദിവസം കൊണ്ട് ഇതിന് വഴക്കുണ്ടാക്കുന്ന ചോക്കോ സെറ്റ് വാങ്ങിച്ചു. പിന്നെ ബസുമതി റൈസും പിന്നെ നെയ്യും അവിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പൂന്റെ അമ്മ പറഞ്ഞതിന് മേടിച്ചതാണ്. പിന്നെ ഇവന് മുത്തിന് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളുടെ എല്ലാം എടുത്തു വെച്ചു. ഈ മസാലയൊക്കെ പൊടിക്കാനുണ്ട്, മസാലയൊക്കെ പൊടിച്ചു വെക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റായി എല്ലാം ബാക്കി ഉള്ള കാര്യങ്ങൾ ഏകദേശം ഒക്കെ റെഡിയായി കേട്ടോ. ഇനി എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെന്താണ് വിശേഷം? ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടോ? ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ. ഇന്ന് ഒരുമാതിരി വല്ലാത്ത ദിവസമായിരുന്നു. എനിക്ക് ഇന്നലെ തൊട്ട് തലവേദന, ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ വീഡിയോയിലില്ല, എനിക്ക് തലവേദനയും അസ്വസ്ഥതയും തലയ്ക്കകത്ത് പെരിപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ശരീരം മൊത്തവും വേദന, ആകപ്പാടെ വയ്യാഴി പിടിച്ച ഒരു ദിവസമായിരുന്നു. അപ്പം പോകുമ്പോഴത്തേക്ക് ഓക്കെ ആയാൽ മതിയെന്നും കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇന്ന് അടുക്കളയിലെ പണികളെന്ന് വെച്ചാൽ ചോറിച്ചിരി ഇരിപ്പുണ്ട്. രാവിലെ ഇഡലിയും സാമ്പാറും ആയിരുന്നു. അപ്പൊ ഇഡലിയും ഇരിപ്പുണ്ട്. അപ്പൊ സാമ്പാറും അമ്മ മീൻതോരൻ തന്നെ കേട്ടോ. ഞാൻ മീൻ മേടിച്ചു, ചൂര മേടിച്ചു. കുറച്ച് ദിവസമായി നമ്മൾ മീനൊന്നും എടുക്കുന്നില്ല. അപ്പോഴാണ് അമ്മ ചൂരയല്ല നെത്തോലി തോരൻ വെച്ചത് തന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചൂര എടുക്കുന്നില്ല, അത് വെട്ടിയെടുത്തങ്ങ് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് മീൻതോരനും സാമ്പാറും ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി ചോറുണ്ടാവും. അവർക്ക് ഇഡലി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പാചകം ഒന്നുമില്ല. അതിനോട് എനിക്ക് വേറെ കുറെ പണികളുണ്ട്. ഇതെല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ല, അടുക്കി പെറുക്കിയൊക്കെ വെക്കണം. അപ്പം എൻ്റെ പ്രിയങ്ങള് ഒരുപാട് പേര് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജൂലൈയിലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ പറ്റി എൻ്റെ പ്രിയങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പോസിറ്റീവായിട്ട് അംഗീകരിച്ച എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം സ്നേഹം. വളരെ കുറച്ചു പേര് മാത്രമാണ് അതിനെ ആ രീതിയിൽ എടുക്കാതെ സംസാരിക്കുന്നത്. അപ്പം അവരെ ഞാൻ പറഞ്ഞല്ലോ, ബലഹീനരായ ആൾക്കാരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ തോന്നുന്നത്. നമ്മളെക്കാളും ഒരുപാട് ഉയർന്ന ആൾക്കാരോട് നമുക്ക് അത്രയും ഒരു എന്താ പറയുന്നത്, ഒരു സഹാനുഭൂതിയുടെ ആവശ്യമില്ല. നമ്മുടെ അവസ്ഥയിലൊക്കെ കടന്നു പോയിരിക്കുന്ന ആൾക്കാർക്ക് ആശ്വാസമാവുക എന്നതിനപ്പുറം ഒരു ഉദ്ദേശവും ഇതുകൊണ്ടൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കിയ ഒരുപാട് പ്രിയങ്ങളുണ്ട്. അപ്പൊ അവരുടെ എല്ലാം നല്ല വാക്കുകൾക്ക് നന്ദി കേട്ടോ. അപ്പം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമ്മൾ മരിക്കും വരെ ഈ ഒരു ദിവസം മറക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അത്രയും വേദനകൾ ഉണ്ട്, ഒരു ദിവസം നമ്മൾ എങ്ങനെ മറക്കും? അപ്പൊ അത് നമ്മൾ എല്ലാ വർഷവും ആ ദിവസം വരുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ ഈ സമയത്ത് അനുഭവിച്ച വേദനകൾ എത്രയാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിനെ നമ്മൾ സന്തോഷത്തോടെ വരവേൽക്കുക. ആ വേദനകളെ നമ്മൾ മറന്നിട്ട്
ആ വേദനകളെ അങ്ങോട്ട് മറന്നിട്ട് അത് തന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളെ മാത്രം ഓർക്കുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ആശ്വാസമാവുക. അത്രയേ ഉള്ളൂ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടോ. അപ്പൊ ഞാൻ ഇനിയും പോയി ഒന്ന് കുളിച്ച് ജപിച്ച് ഫ്രഷ് ആയിട്ട് വരാട്ടോ. എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നിർത്താം. ഇന്ന് പാചകമില്ലാത്തത് കൊണ്ട് പലർക്കും അത് നഷ്ടമാണ്. എല്ലാ പാചക വിശേഷങ്ങളൊക്കെ പറയുന്നതാണ് ഇഷ്ടം. ഇന്ന് പാചകമൊന്നും ഇല്ല. ഇന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞു പാചകങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ വരാം. മീൻ അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങ് വെട്ടിയെടുത്ത് അങ്ങ് വെച്ചിട്ട് പോകാമെന്ന്. 1/2 കിലോ മേടിച്ചോളൂ. 1/2 കിലോ എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇത് വെട്ടി ഇച്ചിരി മസാല കത്തി വെക്കാം. നാളെ നമുക്ക് വേണമെങ്കിൽ വറക്കാം എന്ന് വിചാരിച്ചോട്ടെ. കറിയൊന്നും വെക്കുന്നില്ലേ. പിന്നെ ഞാൻ പിന്നെന്താണ് വിശേഷം? എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളെന്നും സ്ഥിരം മേടിക്കുന്നിടത്തൊന്നല്ല ഞാനിത് വാങ്ങിച്ചത്. നമ്മുടെ ജംഗ്ഷനിൽ ഒരു സ്ഥിരം ഒരു വണ്ടിയുണ്ട്, മീൻ വണ്ടി. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ സ്ഥിരം മേടിക്കുന്നിടത്താണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തൊക്കെ തരും. ഇവർ പിന്നെ കട്ട് ചെയ്യത്തൊന്നുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന ഒരു കൂട്ടുകാരുടെ കാര്യം പറഞ്ഞില്ലേ. എൻ്റെ പ്രായമൊക്കെ ഉള്ള ഒരാളാട്ടോ. അപ്പം പുള്ളിക്കാരി വന്നത് എന്താ പറയുന്നത്, ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പം സർജറി കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പം മക്കള് 2 പേരും എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ പറയാം, അമ്മക്കളെ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇതൊക്കെ എന്താ ചെയ്താല് അമ്മ ഇതൊന്നും ഉണ്ടാക്കി തരാത്ത എന്താന്നൊക്കെ ചോദിക്കുവന്നേ. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനുള്ള മനസ്സില്ല, മനസ്സിനൊരു സന്തോഷവും ഇല്ല, ഒരു ജോലിയും ചെയ്യണമെന്ന് തോന്നുന്നില്ല, അമ്മയ്ക്ക് ഇതൊന്നും പറ്റുന്നില്ല മക്കളെ എന്ന് പറയുമെന്ന് കേട്ടോ. അപ്പം ഞാനപ്പൊ കുറെ സമാധാന വാക്കൊക്കെ പറഞ്ഞു, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഒക്കെ മാറിയില്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു അവസ്ഥ ദൈവം നമുക്ക് തന്നില്ലേ, നമുക്ക് അത് മതി, അത് ഓർത്ത് സമാധാനിക്കണം, ഒരിക്കലും സങ്കടപ്പെടരുതെന്നൊക്കെ ഞാൻ ആശ്വസിപ്പിച്ചു വിട്ടു കേട്ടോ. അതുപോലെയുള്ള കുറെ ആൾക്കാരുണ്ട് എൻ്റെ പ്രിയങ്ങളെ. നമുക്ക് അന്നേരം എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ അസുഖം വന്നു എന്ന് എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രയും എൻ്റെ മനസ്സ് തകർന്നു പോയി, എനിക്ക് ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് വെക്കും, അങ്ങനെയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് മക്കള് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അമ്മയ്ക്കൊന്നും ചെയ്യാൻ വയ്യ എന്നൊക്കെ ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ സങ്കടപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രിയങ്ങളെ, നമുക്ക് അതുപോലെയുള്ള ആൾക്കാർക്ക് ആശ്വാസമാവുക എന്നതിനപ്പുറം നമുക്ക് വേറെ ഒരു സന്തോഷവും വേണ്ട കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതും പറയുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരത് കാണുമ്പോൾ അവർക്ക് സമാധാനം കിട്ടും. കാരണം ഇതൊക്കെ കടന്നു പോകും, ഈ വേദനകളൊക്കെ അവസാനിക്കും, നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എന്നവർക്ക് മനസ്സിൽ തോന്നത്തില്ലേ, അതിന് വേണ്ടിയിട്ടാട്ടോ. അതിനകത്ത് വന്ന് വേറെ അർത്ഥമൊന്നും കാണണ്ട, കണ്ടാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന ആരെയും വേദനിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കേട്ടോ. എല്ലാരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ എന്നോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പ്രിയങ്ങളുണ്ട്, അവരോടെല്ലാം സ്നേഹം അറിയിക്കുവാണ്. നമ്മുടെ റൂബിൻ ടീച്ചറിനെ നിങ്ങൾക്കറിയില്ലേ, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ചെയ്യുന്ന ടീച്ചറാണ്. ടീച്ചർ എനിക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയക്കും, നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം ടീച്ചറൊക്കെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എത്ര പോസിറ്റീവായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മലയാളികൾക്ക് മാത്രമാണ് അതിനകത്തൊക്കെ ഇത്രമാത്രം നൊമ്പരം തോന്നും. നമ്മൾ നൊമ്പരപ്പെട്ടിട്ട് എന്താ കാര്യം, നമ്മൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള കരുത്തുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അതിനപ്പുറം തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കുക. ഈ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ഒരാള് അവരവരുടെ സർവൈവർ സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് കരുത്തുള്ള ആൾക്കാർ കടന്നു വന്ന വഴിയാണ് അതൊക്കെ. അതിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കുന്നു എന്നേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു ചൂരയുടെ തല അങ്ങ് പോയി കേട്ടോ. ആ പോട്ടെ, ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് കുറച്ചു നേരമായി. നമ്മള് ജാനിക്കുട്ടിയുടെ അവിടെ കയറി
അത് കഴിഞ്ഞ് അപ്പൂന്റെ വീട്ടിൽ പോയി. ഇന്ന് നമ്മള് വൈകിട്ട് ഇന്ന് മീനും അവധിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വൈകിട്ട് ഇങ്ങനെ നിന്ന സമയത്ത് നമ്മുടെ ഷോപ്പിന്റെ തൊട്ട് മുമ്പില് ഓട്ടോ സ്റ്റാൻഡാട്ടോ. അപ്പം അവിടെയൊക്കെ ഞാൻ അപ്പൊ അതുവഴി ഒരു KSRTC വന്നു. KSRTC വരുന്നത് കണ്ടു, എന്തോ ഒരു ശബ്ദവും കേട്ടു, എവിടെയോ വണ്ടി മുട്ടി എന്നുള്ളത് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഓട്ടോ സ്റ്റാൻഡ് ആയതുകൊണ്ട് ഓട്ടോയിലെ ഗ്ലാസ്സെല്ലാം അങ്ങനെ തട്ടിയതായിരിക്കും നോക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പോയി. ഒരാളവിടെ റോഡിൽ വെറുതെ നിന്ന ഒരാളിനെ KSRTC വന്ന് തെള്ളി താഴെ ഇട്ടതാട്ടോ. ഞാൻ പുള്ളിക്കാരനെ പെട്ടെന്ന് എടുത്ത് ആൾക്കാരെല്ലാം കൂടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വശത്ത് തന്നെ ആയിരുന്നല്ലോ, അവിടോട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി. പിന്നെ അവിടെ കുറെ ആളും ബഹളവും ഒക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം പോലീസൊക്കെ വന്ന് KSRTC പോയി. ഇനി അവര് വരുമായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ആ നിമിഷം വരെ ആ മനുഷ്യൻ ഓർക്കുന്നില്ല ഇങ്ങനെ ഒരു ആപത്ത് വരുമെന്നുള്ളത്. വെറുതെ അവിടെ നിന്ന മനുഷ്യനാണ് ഇങ്ങനെ പെട്ടെന്നൊരു ആപത്ത് വന്നത്. പല്ലൊക്കെ പോയി, പിന്നെ തലയുടെ സൈഡൊക്കെ മുറിഞ്ഞേക്കുന്നത്, അതുകൊണ്ട് CT എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ അവിടെ നിന്ന് ഓരോരുത്തർ സംസാരിക്കുന്നതായിട്ട്. അന്നേരം ഞാൻ ഓർത്തു, ദൈവമേ, ഈ ഒരു 2 മിനിറ്റ് മുമ്പ് വരെ എന്തോരം കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തായിരിക്കും ആ വ്യക്തി അവിടെ നിന്നത്. ഓട്ടോ ഡ്രൈവറാട്ടോ. ഇന്നത്തെ ഓട്ടം കഴിയുമ്പോൾ അങ്ങനെ ചെയ്യണം, ആ പൈസ കൊടുത്ത് അങ്ങനെ ചെയ്യണം, ആ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കണം, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ ഓർത്തോണ്ടായിരിക്കും ആ മനുഷ്യനോടെ നിന്നിട്ടുണ്ടാവുക. എല്ലാം കഴിഞ്ഞില്ലേ നമ്മൾ പറയുന്നത്. നമ്മളൊന്നും കണക്ക് കൂട്ടിയിരുന്നിട്ട് കാര്യമില്ല, എല്ലാം ദൈവം വരുത്തുന്ന പോലെ അങ്ങോട്ട് ഓട്ടയെന്ന് വെക്കണം അല്ലേ. ശ്വാസം മുട്ടലിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ കുറച്ചു നേരമൊക്കെ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ പോകണം. മരുന്ന് കഴിച്ചപ്പോ കുറവുണ്ട് കേട്ടോ. ഞാൻ ഈ വേസ്റ്റൊക്കെ കളഞ്ഞ് മീനൊക്കെ കഴുകി മസാല വരട്ടിയൊക്കെ വെച്ചിട്ട് കുളിക്കട്ടെ. കഴുകി വൃത്തിയാക്കി മസാല എല്ലാം ഇട്ടു. ഇനി ഞാൻ അങ്ങോട്ട് പെരട്ടി വെക്കട്ടെ. ഇന്നലെ നമ്മള് പത്മ കഫേന്ന് കേക്ക് മേടിച്ചായിരുന്നു. അത് എടുത്തില്ലായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മള് വേറെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചല്ലോ, അതുകൊണ്ട് നമ്മൾ ഇത് എടുത്തില്ല. അപ്പൊ ഇന്ന് ഇച്ചിരി അത്താഴം താമസിച്ചപ്പോഴത്തേക്ക് മോനിക്കുട്ടന് വിശക്കുന്നതാണ്. എടുത്ത് വെച്ചിട്ട് അടുത്ത പണി നോക്കട്ടെ. മതി. കൈ കഴിയട്ടെ. പപ്പടപ്പം അയ്യോ, മോന് ഉറങ്ങിപ്പോയോ? ഒരാളിവിടെ അടുക്കും പെറുക്കും ഭയങ്കര പരിപാടികളാണ് കേട്ടോ. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. മരുന്ന് അതെല്ലാം ഇനിയൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയില്ല, ഒന്നിനും സമയം കിട്ടിയില്ല. ഞാൻ നീല ബാഗും അച്ചാച്ചന്റെ വലിയ ബാഗും ആണ് പിടിക്കുന്നത്. നീ എന്തോ നോക്കുവോ? മങ്കിക്കകത്ത് സോക്സ് എല്ലാം കഴുകിയിട്ടായിരുന്നു. മോനുകുട്ടന് വേറെ ഉണ്ട്. അതെല്ലാം വേറെ എടുക്കാം. മോനുകുട്ടനും മുത്തും ഇഡ്ഡലി കഴിക്കാൻ പോവാട്ടോ. ഇഡ്ഡലി സാമ്പാർ. ഞാൻ ചോറുണ്ണും. ചമ്മന്തിപ്പൊടി. മീൻതോരൻ വേണം മുത്തേ? നെത്തോലിത്തോരൻ ഇതുകൊണ്ടിരിക്കുന്നു, അമ്മമ്മ തന്നു. പോകാനുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അടുത്ത് വരുമ്പോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുന്നേ അങ്ങ് ധൃതി വെച്ച് ചെയ്യുക കേട്ടോ. മുത്തിന് നമ്മള് സ്കൂളില് +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, +2 സമയത്താണ് കണ്ണിന്റെ പ്രശ്നം. സ്കൂളിൽ ടെസ്റ്റ് ചെയ്ത് വെളിയിൽ എവിടെയെങ്കിലും ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു.
6 മാസത്തിൽ കൂടുതലായി. 6 മാസം എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം ഗ്ലാസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ചെന്നപ്പം നമ്മളോട് കണ്ണാടി മേടിക്കാൻ ചെന്നെടുത്ത ആ ഷോപ്പിലെ പുള്ളി പറഞ്ഞു ഒന്നുകൂടെ ഡോക്ടറെ കാണിച്ചിട്ട് വേണമെങ്കിൽ മാറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് പിന്നെ ഡോക്ടറെ കാണിച്ചു. അഹല്യയെ കൊണ്ടുപോയി കാണിച്ച് ഒന്നുകൂടെ ഒക്കെ ടെസ്റ്റ് ചെയ്തു. പിന്നെ കണ്ണിൽ ഒഴിക്കാൻ ഒരു മരുന്ന് കൊടുത്തു. അത് 1 മാസം ഒഴിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഗ്ലാസ് അത് തന്നെ ആ പവർ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പോയി കണ്ണാടി ഒരെണ്ണം കൂടെ ഇതിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൊത്തം സ്ക്രാച്ച് ഒക്കെ ആയി. അപ്പൊ ഒരു കണ്ണാടിയും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഓർഡർ ചെയ്ത് കൊടുത്തു. ഇനി നാളെ കിട്ടുള്ളൂ, നാളെ മറ്റന്നാളെ കിട്ടത്തുള്ളൂ. അപ്പൊ അത്രയൊക്കെ കാര്യങ്ങൾ. ഇനിയിപ്പം നാളെ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം നാളെ ചെയ്ത് തീർക്കണം. മോനുകുട്ടൻ റെഡി ആയിട്ടിരിക്കും അച്ചാച്ചനെ കൊണ്ടാക്കാൻ പോവാൻ വേണ്ടിട്ട് കേട്ടോ. മോനുകുട്ടൻ ആദ്യം മോനുകുട്ടൻ ബാഗ് മൊത്തം മോനുകുട്ടനെ എടുക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. മൊത്തം ലഗേജും മോനുകുട്ടന്റെ തോളെ വെച്ചുകൊണ്ടാണ് ഞങ്ങള് പോകുന്നത്. ഇനിയിപ്പം ഇത്രയൊക്കെ വിശേഷങ്ങളെ ഉള്ളായിരുന്നു. ഇനി ഇപ്പൊ നമുക്ക് അത്താഴം വിളമ്പാട്ടോ. വിശക്കുന്നു. ചോറ് വിളമ്പി. ഇനി നമ്മുടെ സാമ്പാർ. ഞാൻ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതാണ് സാമ്പാർ വെക്കുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും പരിപ്പും. ഒരുപാട് പച്ചക്കറികളൊന്നും ഇടത്തില്ല. സത്യത്തിൽ പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു. അത് വേറെ ഒരു സത്യം. പിന്നെ നെത്തോലി തോരൻ അമ്മ തന്നത് കേട്ടോ. പിന്നെ ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടെ എടുത്തു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ അത്താഴം ഇതാണ്. എന്നത്തെയും പോലെ എന്റെ പ്രിയങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി അറിയിക്കുന്നുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹം, സന്തോഷം കേട്ടോ. അപ്പൊ നമുക്കിനിയും അടുത്ത ദിവസം കാണാം. ടാറ്റ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.